നമസ്കാരം. വിമാനങ്ങൾ പെരുകിയപ്പോൾ വിമാന അപകടങ്ങളും സർവ്വസാധാരണമായി കഴിഞ്ഞു. 2010 മംഗലാപുരത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് കത്തി അമർന്നപ്പോൾ പൊലിഞ്ഞത് 158 ജീവനുകളാണ്. ഇന്ത്യ കണ്ട മൂന്നാമത്തെ ഏറ്റവും വലിയ ആ വിമാന അപകടത്തിൽ രക്ഷപ്പെട്ടത് വെറും 8 പേരാണ്. അതിനുശേഷം ലോകത്ത് പലയിടത്തായി നിരവധി വിമാന അപകടങ്ങൾ നമ്മൾ കണ്ടു. പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്ന അവസ്ഥകളിലേക്ക് വരെ എത്തി. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് നിന്നും ദുബായിലേക്ക് വന്ന എമിറേറ്റ്സിൻ്റെ ബോയിങ് 777 EK521 എന്ന വിമാനം അപകടത്തിൽപ്പെട്ടതും നമ്മൾ കണ്ടത്. ഏകദേശം 1.5 മിനിറ്റ് കൊണ്ടാണ് 282 യാത്രക്കാരും 18 ജീവനക്കാരും വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നത്. അങ്ങനെ അവർ ആ സമയത്തിനുള്ളിൽ പുറത്ത് ഇറങ്ങാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മളോടൊപ്പമുള്ള സച്ചിനും കുടുംബവും ഉണ്ടാകില്ലായിരുന്നു. നമസ്കാരം സച്ചിൻ. നമസ്കാരം ഡെനി. കുട്ടിയുടെ പേര് അവന്തിക അല്ലേ? ഹലോ. എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ അയർലൻഡിൽ നിന്ന് നിങ്ങളും പിന്നെ വേറൊരു അനിത എന്ന് പറയുന്ന ഒരാളാണ് ഉണ്ടായിരുന്നത് അല്ലേ? അയർലൻഡിലേക്ക്. എങ്ങനെയായിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്? ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കേണ്ട ആൾക്കാരല്ല, ഒരു പുനർജന്മമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്? നമ്മളിപ്പോൾ ആദ്യം മുതൽ പറയുകയാണെങ്കിൽ നമ്മൾ ദുബായിലെത്തി. അപ്പോൾ സേഫാണ്, അതെല്ലാം പൈലറ്റ് അനൗൺസ് ചെയ്തു. നമ്മൾ റീച്ച് ദുബായ്, ലോക്കൽ ടൈം പറഞ്ഞു, എല്ലാം ഓക്കെ ആണ്. പിന്നെ ടെമ്പറേച്ചർ പറഞ്ഞു, എല്ലാം അതുവരെ നമ്മൾ ദുബായ് എത്തി. അങ്ങനെ ഒരു ഇതിൽ പിന്നെ എല്ലാവരും ചെറിയൊരു മയക്കത്തിലായിരുന്നു, എല്ലാവരും ബെൽറ്റിലായിട്ടാണ്. പിന്നെ ദുബായിലെത്തി പറഞ്ഞ ശേഷം പിന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് എന്തോ ഫ്ലൈ ചെയ്തെന്ന് തോന്നുന്നു. അത് സാധാരണ ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പം നമ്മൾ ദുബായിലെത്തുമ്പോൾ ചിലപ്പോൾ അവർക്ക് സിഗ്നലിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ട് അങ്ങനെ നമ്മൾ അങ്ങനെ വിചാരിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല, വേറൊരു അനൗൺസ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ലാൻഡ് ചെയ്യാൻ പോകണമെന്നുള്ള നോർമലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷൻസ് മാത്രം ബെൽറ്റ് ഇടുക അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നു, അത്രേ ഉള്ളൂ. ലോക്കൽ ടൈം പറയാ. പൈലറ്റ് പറഞ്ഞിരുന്നില്ല എന്ന് തോന്നുന്നു. ക്യാബിൻ ക്രൂവിനും അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഉച്ചയ്ക്കായിരുന്നല്ലോ, നട്ടുച്ച സമയത്തായിരുന്നു, 12:50 ഇൻസിഡന്റ് ഉണ്ടായത്. ഓക്കെ, അതിനുശേഷം അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈറ്റ് അവിടുന്ന് പെട്ടെന്ന് ഒരു ഇറക്കമാണ്. അതായത് നമ്മളിപ്പം മുകളിൽ നിന്ന് ആരെങ്കിലും എടുത്തെറിയില്ലേ, എയർപോക്കറ്റിൽ വീഴുന്ന ഇങ്ങനെ മറ്റേത് സാധാരണ നമ്മൾ വരുമ്പോ സ്ലോ ആയിട്ട് ഹൈറ്റ് കുറഞ്ഞു നമുക്കത് ഫീൽ ചെയ്യുമല്ലോ. നമ്മളിങ്ങനെ എടുത്തെറിയുന്ന പോലെ ഭയങ്കര സ്പീഡിൽ താഴോട്ട് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. വരിക പെട്ടെന്ന് ഇടിച്ചങ്ങ് ഇറങ്ങാം, വലിയൊരു സൗണ്ടോട് കൂടി ഇടിച്ചങ്ങ് ഇറങ്ങുന്നു. അതിന്റെ കൂടെ നമ്മളിങ്ങനെ സീറ്റിൽ നിന്ന് തന്നെ എല്ലാരും ജർക്ക് ചെയ്ത് മുകളിലേക്ക് ഇതാവുന്നുണ്ട്. പിന്നെ ഒരു ബഹളവും ഇതാണ്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി ഫ്ലൈറ്റ് നിന്നു. ചില റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഫ്ലൈറ്റ് താഴേക്ക് വന്നതിന് ശേഷം ലാൻഡ് ചെയ്യുന്നേക്കാളും മുമ്പ് പതുക്കെ ഒന്ന് വീണ്ടും പൊന്തിട്ട് പിന്നെ എടുത്തിട്ട് അടിക്കുവാണെന്നാണ് ചില റിപ്പോർട്ടുകളിൽ. തോന്നിയില്ല അല്ലേ? തോന്നിയില്ല. അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്നും ചെറുതായിട്ടൊന്നും, കാരണം അത്രയും ശക്തമായിട്ടായിരുന്നു വന്ന് ഇടിച്ചു. ഫ്ലൈറ്റ് വന്ന് താഴേക്ക് നമ്മൾ എടുത്ത് എറിയുന്നത് പോലെ സാധാരണ നമ്മൾ സ്മൂത്ത് ആയിട്ട് വന്ന് ലാൻഡ് ചെയ്യും. ഇത് ഒറ്റയടി ഇടിയാണ് താഴേക്ക് വന്നിട്ട്. ഭാഗ്യത്തിന് ഇവിടെ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നോണ്ട് തെറിച്ചു പോയില്ല. കുട്ടി അപ്പൊ ബാസ്നെറ്റിലായിരുന്നു അതോ കയ്യിൽ തന്നെ? നമ്മള് ലാൻഡ് ചെയ്യുമ്പോ നമ്മളെ മടിയിൽ, എന്റെ മടിയിൽ സീറ്റ് ബെൽറ്റ് ഇട്ട്, ഇവൾക്കും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തെറിച്ചു പോയില്ല. നിങ്ങൾ എവിടെ ഇരുന്നിരുന്നത്? ബിസിനസ് ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന തൊട്ടുപുറകിലുള്ള. ഇപ്പൊ നിങ്ങള് സീറ്റിൽ നിന്ന് തെറിച്ചു, പതുക്കെ ഒന്ന് പൊന്തി താഴെ വീണു പറഞ്ഞു. ഓക്സിജൻ മാസ്ക് അങ്ങനെ എന്തെങ്കിലും പുറത്തേക്ക് വരിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? നമ്മുടെ സീറ്റിൽ നമുക്ക് അറിഞ്ഞില്ല, പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ബാക്കിലോട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കാണാം. എല്ലാം ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതും എല്ലാം ഇങ്ങനെ ഇത് ചെയ്ത് കിടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമുക്ക് കുഞ്ഞും പെട്ടെന്ന് കയ്യിലുണ്ട്. അതൊരു ഇതാണ്. നമ്മൾ അതിലേക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് ഓക്സിജൻ മാസ്ക് വേണം. അത് നമ്മള് സെക്യൂരിറ്റി ഇതിൽ ആ ഒരു ഇത് അവര് ബ്രീഫ് ചെയ്യുന്ന സമയത്ത് അവർ പറയാറുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമുക്ക് ശ്വാസം വേണം, ഇതെല്ലാം വേണം, പക്ഷെ നമ്മളത് അങ്ങനെ ഒരു ഇതിലേക്ക് ഞങ്ങളും പോയില്ല. കുഞ്ഞിനെ നോക്കി
പിന്നെ പെട്ടെന്ന് നമുക്ക് കാണുന്നത് പുക വരുന്നുണ്ട്, പെട്ടെന്ന് റഷായിട്ട് പെട്ടെന്ന് പുക ഉള്ളിലേക്ക് വന്നു. ആൾക്കാരെല്ലാം ഇതിനോടൊപ്പം ചാടി എഴുന്നേറ്റും, എല്ലാവരും ബഹളമായി, ഭയങ്കര വിളിയായി. കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്ന എല്ലാവരും ആകെ ഒരു ഇതായി. അപ്പം പെട്ടെന്ന് അവിടുന്ന് പൈലറ്റിന്റെ അനൗൺസ്മെന്റ് വന്നു, ഡോണ്ട് ബി പാനിക്, സിറ്റ് ബാക്ക് എന്നവർ പറയുന്നുണ്ട്. ഒന്നും പറയുന്നില്ല. അവര് സിറ്റ് ബാക്ക് പറയുമ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ലാൻഡ് ചെയ്തു, ഇനി പ്രശ്നമില്ല, അങ്ങനെ ഒരു ഫീല് വന്നായിരുന്നു. എന്താണെങ്കിലും ലാൻഡ് ചെയ്തു, ഇങ്ങനെ ഇടിച്ചു നിന്നു, ഇത് വന്നു, അപ്പൊ ഇനി നമുക്ക് ഇറങ്ങാൻ പറ്റും, അങ്ങനെ ഒരു ഹോപ്പ് നമുക്ക് പിന്നെ ഉണ്ട്. വേറെ ഇനി പ്രശ്നമൊന്നും പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞോണ്ടേ പുക വന്നു തുടങ്ങി. അപ്പൊ ആൾക്കാർ റഷ് ചെയ്തു, കുറെ പേര് സാധനങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു. ഒന്നുമില്ല, വേറെ അനൗൺസ്മെന്റ് ഒന്നുമില്ല. പെട്ടെന്ന് എല്ലാരും കൂടെ മുന്നോട്ടാണ് ഓടിയത്. എല്ലാരും തിക്കി തിരക്കി മുന്നോട്ട് ഓടി. അവിടുന്ന് പിന്നെ അവര് എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല, കാരണം ഞങ്ങക്ക് പെട്ടെന്ന് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. അതെ, ഞങ്ങള് മിഡിലായതുകൊണ്ട് മുന്നോട്ട് ഓടി. അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അവര് പറഞ്ഞു അവിടെ എന്തോ ഡോറിനെന്തോ അവിടെ ഫയർ ആയി, അപ്പൊ ഇനി എല്ലാരും പുറകോട്ട് ഓടിക്കോളാൻ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് പൈലറ്റ് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇവാക്യുവേറ്റ് എന്ന് പറഞ്ഞ ആ സമയത്ത് നമ്മൾ കേട്ടു. അപ്പൊ ഈ മുന്നോട്ട് പോയവരെല്ലാരും തിരിച്ച് ഇങ്ങോട്ട് വന്നു. പുറകിൽ നിന്ന് വരുന്നവരും മുന്നോട്ട് ഓടുന്നവരും എല്ലാരും കൂടെ നടുക്കിലൊരു ഫ്യൂ സെക്കൻഡ്സ് ജാം ആയി പോയി. നമുക്ക് ഭയങ്കര ഭീകര അന്തരീക്ഷമാണ്. പുക കാണുമ്പോ തന്നെ അറിയാമല്ലോ. വന്നിരുന്നെങ്കിലും സ്റ്റിൽ നമുക്ക് വേറെ ഇൻസ്ട്രക്ഷൻ ഒന്നും വരാതെ നമ്മൾ വിചാരിക്കണ ഓക്കെ ആണ്, നമുക്കിനി ഇറങ്ങാൻ പറ്റും. ഇടിച്ചിറങ്ങിയത് കൊണ്ട് വേറെ എന്തെങ്കിലും കത്തിയതായിരിക്കാം, അങ്ങനെ ഒരു ഞങ്ങള് മിഡിലാണ് ഇരുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഇവിടെ കണ്ടുകൂടാ രണ്ട് സൈഡും. ഇത്രയും വലിയൊരു അപകടമാണെന്ന് അപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം എന്താണെങ്കിലും ഇടിച്ചിറങ്ങി, സ്മൂത്ത് അല്ലായിരുന്നു, എന്തോ സംതിങ് ഹാപ്പൻഡ്. ഇത്രയും ഇതായിട്ട് എന്തോ സംഭവിച്ചു. അപ്പം ആൾക്കാർ പെട്ടെന്ന് ചാടി എന്നിട്ടും എല്ലാം എടുക്കുന്ന, അത് ഓബ്വിയസ് ആയിട്ട് എല്ലാരും നമ്മുടെ ബിലോങ്ങിങ്സ് എല്ലാം എടുക്കും നമ്മള്. അപ്പം പെട്ടെന്ന് നമുക്ക് ഇറങ്ങാന്നുള്ളതാണ് ആ ഒരു ഇത്. പിന്നെ ഇവാക്യുവേറ്റ് പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് എല്ലാവർക്കും. അത് ആ സമയത്ത് നമ്മള് നടുക്കില് ഇച്ചിരി ജാമായി പോവുകയും ചെയ്തു. ആൾക്കാരെല്ലാരും കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോ അവര് കൊണ്ട് ആ ഒരു ഫ്യൂ സെക്കൻഡ്സ് നമ്മൾ ശരിക്കും പാനിക്കായി. കാരണം ഇപ്പൊ പൊട്ടും എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു നമുക്ക്. കാരണം പുക അപ്പൊ കണ്ടു തുടങ്ങി. മുന്നോട്ട് പോകാൻ പറ്റില്ല, ബാക്കിലോട്ട് പോവാം, പുറകോട്ട് പോവാം. എല്ലാരും അവിടെ സെന്ററിൽ ജാമായി, വേറെ ഇൻസ്ട്രക്ഷൻസും ഇല്ല. ഡോർ എവിടേക്ക് പോകണം നമുക്കറിയാം. പിന്നെ ഇതിന്റെ കൂടെ ഡാർക്ക് ആയി തുടങ്ങി, ഒരു വൈറ്റ് ആയിട്ടുള്ള സ്മോക്ക് മാറി, പിന്നെ അതൊരു ഡാർക്ക് സ്മോക്ക് ആകും. ഈ ഇലുമിനേറ്റർ താഴെ ലൈറ്റ് തെളിയെന്ന് പറഞ്ഞു. ഇപ്പൊ സാധാരണ ഇതിലെ എമർജൻസി സംഭവമൊക്കെ വരുന്ന സമയത്ത് താഴെ ഇങ്ങനെ ലൈറ്റ് തെളിയും, സ്ട്രിപ്പില് ലൈറ്റ് പോലത്തെ ഒരു ഇതുണ്ടല്ലോ, തെളിഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെല്ലാം പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മള് വേറെ ലൈറ്റ്, വേറെ വെളിച്ചം ഒന്നും ഇല്ല, അതെല്ലാം കട്ടായി. ശരി. അപ്പൊ ഇരുട്ടാണ് അതിന്റെ ഉള്ളില്, ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വേറെ ഒന്നും കണ്ടുകൂടാ. നമ്മൾ ഇതിനിടയ്ക്ക് നമ്മൾ ഓടുമ്പോ സീറ്റിൽ ഇടിക്കുന്നുണ്ട്, സീറ്റിൽ മറിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ചെറിയൊരു സ്പേസ് അല്ല, അപ്പൊ ഒന്ന് നമുക്ക് ആ സറൗണ്ടിങ് അറിഞ്ഞുകൂടാ, എങ്ങോട്ടാ നമുക്ക് പോകേണ്ടത്, എങ്ങനെയാണ്. ചെറിയ സ്പേസ് നമ്മൾ ഇടിക്കുന്നുണ്ട്, ആൾക്കാർ പുറകിൽ നിന്ന് ഇടിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം നോക്കിയപ്പോൾ പറ്റുന്നില്ല ഞങ്ങൾക്ക്. കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ ഒരു സൈഡിലോട്ട് മാറി, അല്ലെങ്കിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അല്ല, അങ്ങനെ അപകടങ്ങള് സാധാരണ സംഭവിക്കാറുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ കുറച്ച് മാറുക എന്നുള്ളതായിരുന്നു. മാറുന്നു. ഞങ്ങൾ കുഞ്ഞിനെ നോക്കുന്നുണ്ടായിരുന്നു. അവള് ഞങ്ങൾക്ക് കുഞ്ഞിന്റെ ഫേസ് കാണാൻ പറ്റില്ല, നമ്മുടെ കയ്യിലുണ്ട്, എന്റെ കയ്യിലായിരുന്നു. അത്രയ്ക്കും അതായിരുന്നു. കാരണം നമുക്ക് തന്നെ ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഇവള് ജസ്റ്റ് 6 months ആയിട്ടുള്ള ആ സമയത്ത്. അപ്പൊ ഇവളുടെ കാര്യം എങ്ങനെയാ, ഇവള് കരയുന്നുമില്ല, അങ്ങനെ ബഹളം വെച്ച്. അതൊരു ടെൻഷനായിരുന്നു. ഇവളെന്താ കരയാത്തത്, എന്താ സംഭവിക്കുന്നത് നമുക്ക്. അപ്പൊ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളില്, കുഞ്ഞു കുട്ടികളായിട്ട്? ഇൻഫൻസ് 3 പേരായിരുന്നു. പിന്നെ എല്ലാം ചെറിയ ചെറിയ പിള്ളേര്, കുറച്ചുകൂടി വലുതായിട്ടുള്ള. അവിടുന്ന് സ്കൂള് കഴിഞ്ഞ് തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് വരുന്നവരും ആ ഒരു. അപ്പം പിന്നെ ഓരോരുത്തരും ഇതായി തുടങ്ങി, കുറച്ച് ഇതായപ്പോ ഞങ്ങളും സീറ്റിൽ നിന്ന് ഇത് മാറി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്തു. അപ്പൊ നമുക്ക് ഏറ്റവും ഇത് നമുക്ക് അറിയില്ല എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിങ്ങനെ ആൾക്കാരെ ഫോളോ ചെയ്യുന്നു, കാരണം വേറെ വെളിച്ചമൊന്നുമില്ല. അവര് പോകുന്ന കറക്റ്റ് പാത്തിലാണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പം അവിടുന്ന് ദൂരം നമുക്ക് കേൾക്കാം, മേക്ക് ഇറ്റ് ഫാസ്റ്റ് എന്ന് പറയുന്നത് കേൾക്കാം. അവരെ വിളിച്ചു പറയുവാണല്ലോ, ഓഡിയോ ഇല്ല, ഇലക്ട്രിസിറ്റി കറണ്ട് എന്ന് പറയുന്ന സംഭവം ഇല്ല ഫ്ലൈറ്റില്. അതാണ്. അപ്പം പിന്നെ നമുക്ക് ആ എൻട്രൻസ് എത്താറാകുമ്പോ ചെറിയൊരു വെളിച്ചം കിട്ടും. അത് മറ്റേ പുറത്തുനിന്നുള്ള വെളിച്ചവും, സൂര്യന്റെ വെളിച്ചവും, പിന്നെ ആ വിങ്സിന്റെ തീ പിടിച്ചല്ലോ, അതിന്റെ ചെറിയൊരു
ആ ഒരു യെല്ലോ ലൈറ്റ് കണ്ടോ ഫ്ലൈറ്റിനകത്ത് നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് വിങ്സിന്റെ സൈഡിൽ തീ അങ്ങനെ കാണായിരുന്നു. അത് മുന്നോട്ട് ഓടിയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും സിറ്റുവേഷൻ ആകെ മാറി. ആദ്യം മുന്നോട്ട് ഓടാൻ പറഞ്ഞപ്പോ അത്രയും ഡാർക്ക് പുക തറഞ്ഞിട്ടില്ല, ചെറിയൊരു പുക വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. തിരിച്ചു ഓടിയപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി വേറൊരു സിറ്റുവേഷനാ. ഫുള്ള് ഡാർക്ക്, ലൈറ്റ് ഇല്ല, തിക്ക് സ്മോക്ക് ആയി തുടങ്ങി. ബ്രീത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഒന്നും കാണുന്നില്ല. കുഞ്ഞിന്റെ ടെൻഷൻ, നമ്മള് പോകുന്നത് ശരിക്കുള്ളതാണോ, നമ്മള് വീഴുവോ, നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ് ഞങ്ങൾ. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു നിമിഷം കൊണ്ട് നമ്മൾ ആ നിമിഷം എന്താ തോന്നിയത്? കുഞ്ഞ് കയ്യിലിരിക്കുന്ന നിങ്ങള് കുടുംബമുണ്ട്, എന്ത് തോന്നിയെന്ന് വെച്ചാ ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലില്ലായിരുന്നു. കാരണം നമ്മള് ഒത്തിരി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിൽ നിന്ന് ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത, നമ്മുടെ കയ്യിലല്ലാത്ത ഒരു നിമിഷത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, ആ ഒരു അവസ്ഥ. തീർച്ചയായിട്ടും ഒന്നും നമ്മുടെ കയ്യിലല്ല, നമുക്കൊന്നും കണ്ടുകൂടാ, ഒന്നും കാണുന്നില്ല, ശ്വസിക്കാൻ ബ്രീത്ത് ചെയ്യാൻ പാടായി, കുഞ്ഞു കയ്യില് അങ്ങനെ അങ്ങനെ. സാധാരണ ഫ്ലൈറ്റ് ഇപ്പൊ പൊട്ടുവോ, ഇപ്പൊ അത് ബ്ലാസ്റ്റ് ഒരു ടെൻഷൻ ഉണ്ടല്ലോ നമുക്ക്. പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ എവിടെന്നെങ്കിലും ഒരു ഹെൽപ്പ്, ആരെങ്കിലും ഇതുവഴി വാ അല്ലെങ്കിൽ ഇതുവഴി പൊയ്ക്കോളൂ അങ്ങനെ പറയുന്ന ഒരു ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഒരു വേർഡിന് വേണ്ടിട്ട് നമ്മളിങ്ങനെ എല്ലാരും ബഹളം വെച്ച് അങ്ങോട്ടും പുറത്തേക്ക് എവിടേക്കാണ് പോകേണ്ടെന്നുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടാത്തതുകൊണ്ടുള്ള ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. പിന്നെ അത് എങ്ങനെയാണ്, പുറകിൽ കൂടെയാണ് നിങ്ങള് രക്ഷപ്പെട്ടത്? ഫ്രണ്ടിലായിരുന്നു തീ കത്തിയത് അല്ലേ? ഫ്രണ്ടിലായിരുന്നു തോന്നുന്നു. അല്ല, ഫ്രണ്ടിൽ ഇല്ല, മിഡിലായിട്ടായിരുന്നു, വിങ്സിലായിരുന്നു തീ പിടിച്ചത്. അപ്പൊ അത് കഴിഞ്ഞ് ബാക്കിലുള്ള എമർജൻസി എക്സിറ്റ് ആയിരുന്നു അവർ ഓപ്പൺ ചെയ്തത്. അപ്പം ബാക്കിലോട്ട് വരുന്നു. പിന്നെ നമ്മള് ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് മാത്രമേ ഓപ്പൺ ചെയ്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ അങ്ങനെ ഒന്നേ ഓപ്പൺ ചെയ്യുള്ളൂ തോന്നുന്നു. കാരണം ഓക്സിജനകത്തേക്ക് കയറിയിട്ട്, അപ്പൊ അതിന്റെ ആ ഒരു ഇതുകൊണ്ട് ഒന്ന് മാത്രം ഓപ്പൺ ചെയ്തു. പിന്നെ വരുമ്പോ ക്യാബിൻ ക്രൂ അപ്പം ഈ എക്സിറ്റിന്റെ അടുത്ത് നിപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ എൻ്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ അടുത്തായിരുന്നു. അത് അവരങ്ങ് വാങ്ങിച്ചു, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. നമ്മള് പിന്നെ നമുക്കൊന്നും കാണുന്നില്ല, നമ്മൾ ഇറങ്ങിക്കോളാൻ പറഞ്ഞാൽ നമ്മളങ്ങ് ചാടുകയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പാസ്പോർട്ട് ബാഗിലായിരുന്നു ഞങ്ങളുടെ എന്റെ ഫോണും പാസ്പോർട്ടും. അതുകൊണ്ട് അത് വാങ്ങിക്കാൻ പോയി. പിന്നെ എന്തോ ഞാൻ അതിന് തിരിച്ചിങ്ങെടുത്തു, എന്തോ തോന്നിട്ട് എന്താണെന്നറിയില്ല. അതുകൊണ്ട് ഹാൻഡ് ബാഗ് മാത്രം ഉണ്ടായിരുന്നു കയ്യില്, പാസ്പോർട്ടും മൊബൈലും മാത്രം ഉണ്ടായിരുന്നു കയ്യില്. ബാക്കി ഞങ്ങളുടെ കയ്യില് ഹാൻഡ് ക്യാരി ഉണ്ടായിരുന്നു, ഞങ്ങൾ ഡോർ വരെ എടുത്തിരുന്നു. പക്ഷെ ഡോറിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ക്രൂ അത് വാങ്ങിച്ച് ജസ്റ്റ് ജമ്പ് എന്ന് പറഞ്ഞ്. കാരണം എനിക്ക് തോന്നുന്നു ചിലപ്പോ ആ സ്ലൈഡ് ചെയ്യുന്ന പോകുന്നത് ഈ ലഗേജില് കാരണം കൊണ്ട് എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ പുറകിൽ വരുന്നവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് നമ്മള് കൊടുക്കുന്നില്ല. നമ്മളുടെ സാധനം കൊണ്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് ഡീഫ്ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. നിങ്ങളുടെ ബാഗ് അവിടെ വാങ്ങിച്ചു വെച്ചു. പിന്നെ നമ്മള് ചാടുകയാണ്. ചാടി ഇറങ്ങുന്ന ഒരു അതിനേക്കാൾ വലിയൊരു ചൂടുള്ള ഒരു ഇതിലേക്കാണ്. ഭയങ്കര ചൂടാണ്, 50 ഡിഗ്രി. സമയം ഉച്ചയ്ക്ക് 1 മണിയോട് കൂടി പുക കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങുന്നത് ഒരു ഓവനിലേക്ക് ഇറങ്ങുന്ന ഒരു ഫീലാണ്. ഭയങ്കര ഒരു ചൂട്. അപ്പൊ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മറ്റേ ഫയർ ഫൈറ്റേഴ്സ് വന്നിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. കുറെ പേര് നമ്മൾ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന കുറെ പേര് മൊബൈലിൽ എടുക്കുന്നുണ്ട്, ഇറങ്ങി കഴിഞ്ഞവർ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് ഇറങ്ങി ഒരു ഫ്യൂ സ്റ്റെപ്സ് നമ്മൾ എടുത്തു. എനിക്കൊണ്ട് ക്യാബിൻ ക്രൂവും കൂടെ തിരിച്ചിറങ്ങിയെന്ന് തോന്നുന്നു. അവരും ഇറങ്ങി, അപ്പോഴത്തേക്ക് ബ്ലാസ്റ്റ് ആയി. നിങ്ങളാണോ ഈ കുട്ടികളുള്ളവർ സാധാരണ ഈ തിക്കിനും തിരക്കിനും ഇടയിൽ നിങ്ങൾക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ, അതോ നിങ്ങള്? ഇല്ല, ഞങ്ങൾക്ക് നമുക്ക് കിട്ടിയില്ല. മീൻസ് അങ്ങനെ എല്ലാവർക്കും എത്ര പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടണം. അതെ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ, നിങ്ങൾ ഏറ്റവും അവസാനത്തെ കാരണം ഒന്നും മിഡിലായിട്ടായിരുന്നു ഇരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റില് ബിസിനസ് ക്ലാസ് ഏകദേശം empty ആയിരുന്നു തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഇത്ര കാഷ്വാലിറ്റീസ് ഒന്നും വരാതെ പോയെന്നാണ്. കുറച്ചുകൂടി അതൊരു ലക്കിയായി. അല്ല ഫ്ലൈറ്റ് ഫുൾ ആയിരുന്നെങ്കിൽ ചിലപ്പം എക്കോണമി ഫുൾ ആയിരുന്നു തോന്നുന്നു. ബാക്കി ബിസിനസ് ക്ലാസ് കുറച്ച് ഫ്രീ ആയിരുന്നു. ഞങ്ങള് അതിന്റെ അടുത്തിരുന്നോണ്ട് നമ്മള് അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വരികയാണ്, ബാക്കിലോട്ട് വരികയാണ്. അപ്പൊ തിക്കുന്ന ആദ്യം നമ്മൾ മാറിയെന്നല്ലോ.
ഈ കുറെ യാത്രക്കാരുടെ കാല് കെട്ടിക്കൊണ്ട് പോകുന്ന വീൽ ചെയറൊക്കെ ഇരിക്കുന്നതായിട്ടുണ്ടായിരുന്നു. അത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ചെരുപ്പ് ഇടാണ്ട് റിലാക്സ് ചെയ്ത് ഷൂ അല്ലെങ്കിൽ ചെരുപ്പെല്ലാം ഊരി റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു ഇതായതുകൊണ്ട് അവരിറങ്ങി ഓടി ഓടിയ അങ്ങനെയാണ് കാര്യം. പിന്നെ കുറച്ചുപേര് ഈ റഷിനിടയിൽ പലരുടെയും ചെരുപ്പെല്ലാം പോകുന്നു, ചപ്പല് പോയെന്ന് തോന്നുന്നു. ശരി. അപ്പം പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അപ്പൊ അങ്ങനെ പലരുടെയും 2-3 സ്റ്റെപ്പ് വയ്ക്കുമ്പോ തന്നെ ഇത്രയും 50 ഡിഗ്രിയിൽ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ കാല് പൊള്ളിയിട്ട് അങ്ങനെ. പിന്നെ ചിലർക്കെല്ലാം ഞങ്ങള് കുഞ്ഞിന്റെ ഷീറ്റ് ബാഗിലുണ്ടായിരുന്നു, ഷീറ്റ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലർ നമ്മുടെ കാലിൽ വന്ന് ചവിട്ടി കാലിൽ ചവിട്ടി നിൽക്കാൻ പറഞ്ഞു. കാരണം അവർക്ക് നടക്കാൻ പറ്റുന്നില്ല, കാല് പൊള്ളി കഴിഞ്ഞിട്ട് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല കാല്. അപ്പം നമ്മുടെ കൂടെ സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാരുടെ കാലേ ചവിട്ടി കുറച്ചു നേരം നിന്നിട്ട് പിന്നെ കുറച്ചു നേരം ഓടുക, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഷീറ്റ് തറയിലിട്ടിട്ട് അതേ ചവിട്ടി കുറച്ചു നേരം നിൽക്കുക. ആൾക്കാരെല്ലാരും ഓടുകയായിരുന്നു. കാരണം ഇത് വീണ്ടും പൊട്ടുവോ, എങ്ങോട്ടാ പൊട്ടുക എങ്ങനെയാന്ന് അറിയില്ല. അപ്പം ആൾക്കാർ അത് കുറച്ച് ദൂരം പോവുകയും വേണമായിരുന്നു ആ ബിൽഡിങ്ങിലേക്ക് എത്താൻ വേണ്ടി. ഈ ഒരു ടൈമില് ആംബുലൻസ് വന്നിട്ടൊന്നുമില്ല, എല്ലാരും നടന്നു തന്നെയാണ് ഏകദേശം ബിൽഡിങ്ങിലേക്ക് എത്തിയത്. അപ്പൊ അത് കുറച്ച് ദൂരമുണ്ട് ബിൽഡിങ്ങിലേക്ക് എത്താൻ, ചൂടും എല്ലാം. ബിൽഡിംഗ് എത്താറായപ്പോഴാണ് ആംബുലൻസ് വരുന്നത്. ആദ്യം ഫയർ ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. കാറ്റ് മൂലമാണ് അങ്ങനെ ഒരു ഇത് പറഞ്ഞായിരുന്നു. കാറ്റ് അങ്ങനെ കാറ്റിന്റെ ശക്തമായിട്ടോ കാറ്റോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറയുന്നുണ്ട്. പിന്നെയാണ് അവരുടെ റിപ്പോർട്ടില് കുറച്ച് മാസം കഴിഞ്ഞ റിപ്പോർട്ട് വന്നപ്പോൾ കാറ്റ് മൂലമാണ് ഇങ്ങനെ വന്നത്. പക്ഷെ അന്ന് ഇനിഷ്യലി പറഞ്ഞു കേട്ടത് ഈ ലാൻഡിംഗ് ഗിയർ വർക്ക് ചെയ്തില്ല, അതുകൊണ്ടാണ് ബെല്ലി ലാൻഡിങ് ആയിരുന്നു, അങ്ങനെ പ്രോബ്ലം വന്നു എന്നാണ് അന്ന് ന്യൂസിലും അതെല്ലാം കൂടി നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു കാറ്റിന്റെ ഒരു ഫീല് നമുക്കില്ലായിരുന്നു, അങ്ങനെ ഒരു ഇത് തോന്നിയില്ല. വളരെ സാധാരണ കാറ്റ് അവിടെ വരുമ്പോ പൊടിയും ഇതെല്ലാം നമുക്ക് വരുമല്ലോ, അങ്ങനെ ഒരു പൊടിയോ അങ്ങനെയുള്ള ക്ലിയർ ഇതായിരുന്നു. അങ്ങനെ വേറെ പ്രോബ്ലംസ് ഒന്നും അപ്പൊ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ റിപ്പോർട്ട് വന്നത് കാറ്റ് മൂലമാണ് ഇങ്ങനെ വന്നത്, അങ്ങനെ ലാൻഡ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞു കേട്ടത്. നമുക്കും അതിന്റെ ക്ലിയർ പിക്ചർ ഇല്ല. നമുക്ക് തോന്നിയത് ലാൻഡിംഗ് ഗിയറിന്റെ പ്രോബ്ലം ആണെന്നാണ് നമുക്ക് തോന്നിയത്. കാരണം വെതർ വൈസ് നമുക്ക് ഇറങ്ങിയപ്പോ അങ്ങനെ ഒരു ഭയങ്കര കാറ്റുള്ള ഒരു സിറ്റുവേഷൻ തോന്നിയിരുന്നില്ല. നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി എത്ര ദൂരം ചെന്നപ്പോഴാണ് ബ്ലാസ്റ്റ് ഉണ്ടായത്? ഒത്തിരി ദൂരം ആയിട്ടുണ്ടായിരുന്നു? അധികം ദൂരം പോയിട്ടില്ല. നമ്മളൊരു കൂടിപ്പോ ഒരു 10-15 സ്റ്റെപ്സ് വെച്ചിട്ടുണ്ടാവും അപ്പോഴത്തേക്ക്. കാരണം ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഫ്ലൈറ്റിൽ വേറെ, പിന്നെ നമ്മുടെ ബാക്കിലായിട്ട് നമ്മൾ വേറെ സൗണ്ട് ഒന്നും കേൾക്കണില്ല. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ ക്യാബിൻ ക്രൂ ഉണ്ട്, അവര് നമ്മുടെ കൂടെ ബാക്കിൽ ഇറങ്ങിയെന്ന് തോന്നുന്നു. എത്ര സമയം എടുത്തിട്ടുണ്ടാവും എല്ലാവരും അതിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാനായിട്ട്? 90 സെക്കൻഡ്സ് ആണ്. 90 സെക്കൻഡിനുള്ളിൽ എല്ലാവരും ഇറങ്ങി എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ബ്ലാസ്റ്റ് കണ്ടപ്പോ ശരിക്കും നിങ്ങൾ ആ സമയത്ത് ബ്ലാങ്ക് ആയിരുന്നു. നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും പെട്ടിട്ടുണ്ടാവോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ ആരെങ്കിലും രക്ഷപ്പെടുത്തണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു എന്തായിരുന്നു ആ സമയത്ത് തോന്നുന്നത്? ആ സമയത്ത് നമ്മൾ ഇറങ്ങുമ്പോ ഞങ്ങളെ കൂടെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ കൂടെ തന്നെ ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പം 2 മാസമേ ഉള്ളൂ കുഞ്ഞിന്. അപ്പൊ അവരുടെ ചപ്പലൊന്നുമില്ല. അപ്പൊ അവർ ഭയങ്കര പാനിക്കായിരുന്നു. കുഞ്ഞിനെ പിടിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. ഞങ്ങളവരെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പം ആ ഒരു ഇതായിരുന്നു ആദ്യം. അപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ നമുക്ക് തോന്നി അത് ചെയ്ത്. അപ്പൊ തന്നെ ഇത് ബ്ലാസ്റ്റ് ആവുകയാണ്. അപ്പോഴാണ് അതിന്റെ റിയൽ ഫീല് നമുക്ക് ഇങ്ങനെയാണ് സംഭവിച്ചത്. കത്തുന്നുണ്ട്, നമ്മൾ ഇറങ്ങി. അത് ഒരു ഫ്യൂ സെക്കൻഡ്സും കൂടി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിനുള്ളിൽ പെട്ടുപോകുമായിരുന്നു. അപ്പൊ നമുക്ക് അറിയില്ലായിരുന്നു വേറെ ആരെങ്കിലും ഉണ്ടോ. കാരണം ഞങ്ങൾ ബാക്കിൽ നമുക്ക് തോന്നിയില്ലെങ്കിലും ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ. കാരണം ഈ തിക്കിലും തിരക്കിലും ആർക്കെങ്കിലും പെട്ടെന്നെങ്കിലും ബുദ്ധിമുട്ടായ. കാരണം ഒത്തിരി പ്രായമുള്ളവരുണ്ടായിരുന്നു, മക്കളെ കാണാൻ പോകുന്നവരുണ്ടായിരുന്നു, അമ്മമാരുണ്ടായിരുന്നു. ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ കാണുന്നത് എയർ ഹോസ്റ്റസും അല്ലെങ്കിൽ പൈലറ്റ് അവരെല്ലാരും പുറത്ത് ഉണ്ടായിരുന്നു. അവരാണ് ലാസ്റ്റ് ഇറങ്ങിയത് അല്ലേ? അവര് പൊട്ടി കരയാണെന്നോ അങ്ങനെ കണ്ടത്. നമ്മള് പിന്നെ ബിൽഡിംഗിലേക്ക് വന്നപ്പോ ഇത് അത് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സ്വസ്ഥമായിട്ട് ലാൻഡ് ചെയ്യാൻ പോകുന്നു. ക്രൂ മെമ്പേഴ്സിനും ഒരു ഐഡിയ ഇല്ലായിരുന്നു തോന്നുന്നു. അവരും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ജസ്റ്റ് ചിലപ്പം പൈലറ്റിന് മാത്രമേ അറിയുന്നുണ്ടാവുന്നതായിരിക്കാം, അതായിരിക്കാം. ഇപ്പോൾ നമ്മോടൊപ്പം മാതൃഭൂമിയുടെ മിഡിൽ ഈസ്റ്റ് ചീഫ് റിപ്പോർട്ടർ ശ്രീ IP വള്ളിക്കാടൻ നമ്മോടൊപ്പം ചേരുന്നു.
ശ്രീ ആയിപ്പ, താങ്കൾ ദുബായിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ലൈവായിട്ട് റിപ്പോർട്ട് കൊടുത്ത ഒരാളാണ്. അതോടൊപ്പം ധാരാളം ആൾക്കാരെ നേരിട്ട് സംവദിക്കാനും സാധിച്ചിട്ടുണ്ട്. അന്ന് തന്നെ താങ്കൾ ഒരു ബ്ലോഗ് എഴുതിയുണ്ടായി, പ്രവാസി മലയാളികളുടെ അല്ലെങ്കിൽ യാത്രയെ കുറിച്ചും ബാഗിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുകയുണ്ടായി. അതിനെക്കുറിച്ച് കുറച്ചൊന്ന് വിശദീകരിക്കാമോ? നമസ്കാരം ശ്രോതാക്കളെ, ഞാൻ ഐപ്പു വള്ളികാടൻ ദുബായിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും എമിറേറ്റ്സ് വിമാനാപകടത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും ദുബായി വിട്ടുമാറിയിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവത്തോടു കൂടി തന്നെ അന്ന് നടന്ന സംഭവങ്ങൾ വിവരിക്കാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നിന്നും ദുബായിലെത്തിയ 380 വിമാനം, 2 നിലയുള്ള എമിറേറ്റ്സിന്റെ കൂറ്റൻ വിമാനം, അതിനൂതന വിമാനം കഴിഞ്ഞ ദിവസം ദുബായിലെത്തിയത് ലാൻഡിംഗ് പ്രശ്നങ്ങളോടെയാണ്. വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ലാൻഡിംഗ് ഗിയറിന് പ്രശ്നമുണ്ടാകുന്നതായിട്ട് വിമാന ജോലിക്കാർക്ക് വിവരം കിട്ടുന്നത്. ഈ വിവരം അവർ യാത്രക്കാരെ അറിയിക്കുന്നു. യാത്രക്കാർ പരിഭ്രാന്തരായി. പ്രശ്നങ്ങളൊന്നും കൂടാതെ വിമാനം ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിലും ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം എമിറേറ്റ്സ് എയർലൈൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങി എന്നാണ് നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് എമിറേറ്റ്സിന്റെ വെബ്സൈറ്റും ഇക്കാര്യങ്ങൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആകാം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും ദുബായിലേക്ക് എത്തിയ എമിറേറ്റ്സിന്റെ EK521 എന്ന വിമാനം അപകടത്തിൽപ്പെട്ട വാർത്ത ഇപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുകയാണ്. കാരണം ആ വിമാനത്തിലുണ്ടായിരുന്ന 2 പേർ അയർലൻഡിൽ നിന്നുള്ളവരാണ് എന്ന് ആ സംഭവ ദിവസം തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അവരെ ബന്ധപ്പെടാൻ ഞാനിന്ന് ശ്രമിക്കുകയും ചെയ്തതാണ്. പക്ഷെ തിരക്കുകൾ കാരണം അവരെ നേരിട്ട് കാണാൻ സാധിച്ചില്ല. ഈ വിഷയത്തിലേക്ക് വന്നാൽ മൊത്തം 282 യാത്രക്കാരായിരുന്നു EK521 എന്ന എമിറേറ്റ്സ് വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഏകദേശം 8 വർഷത്തിലധികം പഴക്കമുള്ള വിമാനമാണ് തിരുവനന്തപുരത്തു നിന്നും ദുബായിലേക്ക് അന്ന് സർവീസ് നടത്തിയ എമിറേറ്റ്സ് വിമാനം. 18 ജീവനക്കാരുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം നോക്കിയാൽ 300 ആളുകൾ ആ വിമാനത്തിലുണ്ടായിരുന്നു, EK521 ഉണ്ടായിരുന്നു. ഇതിൽ ആർക്കും തന്നെ വലിയ ഗുരുതരമായ പരിക്കുകൾ പോലും ഏൽക്കാതെയാണ് രക്ഷപ്പെട്ടത്. ദൈവാനുഗ്രഹം ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ദുബായ് കണ്ട ഏറ്റവും നല്ല രക്ഷാപ്രവർത്തനത്തിൽ ഒന്നായിരുന്നു എമിറേറ്റ്സ് വിമാനം ലാൻഡിങ്ങിനിടെ തീപിടിച്ച് തകർന്നപ്പോൾ ഉണ്ടായ സംഭവം. ഈ സംഭവത്തിൽ ഒരാൾക്ക് മാത്രമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അദ്ദേഹം റാസൽ ഖേമിലുള്ള സ്വദേശിയാണ്, എമറാത്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ജാസിം അൽ ബലൂഷി എന്നാണ്. അദ്ദേഹം അഗ്നിശമന സേനാംഗമായിരുന്നു. ഇവിടെയുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഭാഗമായി അദ്ദേഹം എമിറേറ്റ്സ് വിമാനത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ വളരെ സജീവമായി പങ്കെടുത്ത വ്യക്തിയാണ്. പക്ഷേ നമ്മളെല്ലാം ദൃശ്യങ്ങളിൽ കണ്ട പോലെ വിമാനത്തിന്റെ ഒരു ചിറക് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് യൂട്യൂബിലടക്കം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായ, മാധ്യമങ്ങളടക്കം സജീവമായ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ആ ഒരു പൊട്ടിത്തെറിയുടെ സമയത്ത് സമീപത്തുണ്ടായിരുന്ന ജാസിമസ് ബലൂഷിക്ക് മാത്രമാണ് ജീവൻ നഷ്ടമായത്. മറ്റാരുടെയും ജീവൻ നഷ്ടപ്പെടാതെ, ആർക്കും ഗുരുതരമായി പോറലുകൾ പോലും ഏൽക്കാതെ വളരെ കൃത്യമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ദുബായ് കാഴ്ചവെച്ചത്. പക്ഷേ അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആ സംഭവം നടന്ന് വൈകുന്നേരം തന്നെ എമിറേറ്റ്സ് എയർലൈൻസിന്റെ ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് വാർത്താ സമ്മേളനം വിളിക്കുകയുണ്ടായി. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമായും അദ്ദേഹം ആരോപണം ഉന്നയിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ആളുകൾ വിമാനത്താവളത്തിൽ എത്തുന്നു, വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ജീവനക്കാർ യാത്രക്കാരെ അറിയിക്കുന്നു. ഇതേ സമയം യാത്രക്കാർ ജാഗ്രത പുലർത്താതെ അവരുടെ സാധനങ്ങൾ കൈപ്പറ്റി വിമാനത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇത് അപകടത്തിന്റെ തോത് അല്പം കൂടി വർദ്ധിപ്പിച്ചു എന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച് ഞാനൊരു ബ്ലോഗ് എഴുതിയ ആ ബ്ലോഗ് വളരെ വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. ഞാൻ ജോലി ചെയ്യുന്ന മാതൃഭൂമി അടക്കം ആ ബ്ലോഗ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതൊരു സാധാരണ പ്രവാസിയുടെ വികാരം ഉൾക്കൊള്ളിച്ചുള്ള ഒരു ബ്ലോഗായിരുന്നു. കാരണം അയർലൻഡുകാർക്കും അത്തരത്തിൽ തന്നെ അനുഭവം ഉണ്ടാകും. നിങ്ങളൊക്കെ നാട്ടിൽ നിന്നും തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും ശക്തമായ ഒരു അടിയുറച്ച അല്ലെങ്കിൽ അടിത്തറയുള്ള രാജ്യമാണ് അയർലൻഡ്. പ്രത്യേകിച്ച് നിങ്ങൾ കുടുംബസമേതം ദീർഘനാൾ, ഒരുപക്ഷെ നിങ്ങളുടെ മരണം വരെ അല്ലെങ്കിൽ മരണം വരെ നിങ്ങൾ അവിടെ ജീവിക്കുകയാണ്. പക്ഷെ ഞങ്ങളെ പ്രവാസികളെ സംബന്ധിച്ച് വളരെ ഗൃഹാതുരത നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. കാരണം ഇവിടെ ബഹുഭൂരിപക്ഷം ആളുകളും കുടുംബങ്ങളുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ കുടുംബങ്ങൾ കൂടെ ഇല്ലാതെയാണ് ജീവിക്കുന്നത്. പലരും ഒറ്റയ്ക്ക് ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവരാണ്. അപ്പൊ ഇത്തരം ഒരു 2 വർഷമോ 3 വർഷമോ കൂടുമ്പോൾ കിട്ടുന്ന അവധി കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവന്റെ ഉള്ളിലെ സ്നേഹം അവന്റെ അമ്മയുടെ ബീഫ് കറിയായും അവന്റെ അമ്മയുടെ അച്ചാറായിട്ടൊക്കെ അവന്റെ ബാഗിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1. 2, സർട്ടിഫിക്കറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഗൾഫ് മേഖല. ഒരു പുതിയ ജോലിക്ക് അപേക്ഷിക്കാൻ, പുതിയൊരു വിസ തരപ്പെടുത്താൻ
ഇൻ കേസ് വിസ പുതുക്കാൻ പോലും നമ്മുടെ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ, ഇപ്പൊ ദുബായിൽ ഒരു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ അന്നത്തെ ദിവസം തന്നെ നമുക്കത് സംഘടിപ്പിക്കാൻ കഴിയും. അതിനുള്ള വലിയൊരു സാങ്കേതിക വിദ്യ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരു സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് സ്വന്തമാക്കാൻ നഷ്ടപ്പെട്ടു പോയ ഒരു സർട്ടിഫിക്കറ്റ് വീണ്ടും ഒന്ന് സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കെല്ലാം അറിയാം. അപ്പൊ ഇവിടെ ആളുകൾ പലപ്പോഴും ലാപ്ടോപ്പ് ബാഗ് എടുക്കുന്ന വലിയ ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ അവര് ലാപ്ടോപ്പ് ബാഗ് എടുക്കാൻ വേണ്ടിയാണ് അത്രയും സമയം വിമാനത്തിനുള്ളിൽ ചെലവഴിച്ചത്. വിമാനം അപ്പോഴേക്കും തീ പിടിച്ച് തുടങ്ങിയിരുന്നു എന്ന തരത്തിലുള്ള ഒരു വാദഗതിയാണ് ഉയർത്തുന്നത്. പക്ഷേ ഞാൻ സ്വയം ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ലാപ്ടോപ്പ് ബാഗിനുള്ളിൽ ലാപ്ടോപ്പ് ഉണ്ടാകില്ല. അതിന് പകരം അവന്റെ പാസ്പോർട്ട്, അവന്റെ രേഖകളും സർട്ടിഫിക്കറ്റുകളും, പരമാവധി ചിലപ്പോൾ ആ ലാപ്ടോപ്പ് ബാഗിനുള്ളിൽ ബീഫ് കറിയും അച്ചാറും വരെ സൂക്ഷിച്ചു കൊണ്ടുവരുന്ന ബിരുദന്മാർ, മലയാളികളായിട്ടുള്ള ആളുകളുണ്ട്. ഈ 282 യാത്രക്കാരിൽ ഏകദേശം 180-ലധികം യാത്രക്കാരും, 180 എന്ന് പറയാൻ പറ്റുന്ന ഒരു 225 യാത്രക്കാരും മലയാളികളായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്ക് നേരിട്ട് വരുന്ന എമിറേറ്റ്സിന്റെ EK521 വിമാനമാണ്. ഈ വിമാനം അപകടത്തിൽപ്പെട്ടു. അത്തരത്തിലുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ ആരോപണം മലയാളികളായ യാത്രക്കാരുടെ മേൽ ഉണ്ടെങ്കിലും അവരുടെ ഒരു വികാരം പങ്കുവെക്കാനാണ് ഞാൻ ആ ബ്ലോഗിലൂടെ ശ്രമിച്ചത്. ഇപ്പോഴും ഈ വിമാന അപകടത്തിന്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. കാരണം അതിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ബോയിങ് വിമാനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സാധാരണ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ ഇപ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകും മംഗലാപുരം വിമാനാപകടം നടന്നിട്ട് ഇപ്പോൾ 7 വർഷത്തിലധികമായി. ടേബിൾ ടോപ്പ് വിമാനത്താവളമാണ് മംഗലാപുരം വിമാനത്താവളത്തിൽ. അവിടെ ഇറങ്ങിയ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം ലാൻഡിങ്ങിനിടെ തെന്നിമാറി ഈ ടേബിൾ ടോപ്പിൽ നിന്നും താഴേക്ക് പതിക്കുന്നു. അവിടെ വെച്ച് ആ വിമാനം തീപിടിക്കുന്നു. ഏകദേശം ആ യാത്രക്കാരിൽ ഏതാണ്ട് 10-15 അടുത്ത ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അതിലൊരു വിമാനത്താവളത്തിലെ അതിലൊരു രക്ഷപ്പെട്ട മായിൻകുട്ടി എന്ന് പറഞ്ഞ ആൾ ഇപ്പോഴും UAE അജ്മാനിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടിയിരുന്നു. ഇപ്പോഴും ആ വിമാനാപകടത്തിന്റെ ഒരു കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം ഇപ്പോഴും അവർക്ക് കിട്ടിയിട്ടില്ല. അത് വളരെ വേദനയായിട്ടാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. കോടതികൾ കയറി ഇറങ്ങുകയാണ് നഷ്ടപരിഹാരത്തിന് വേണ്ടി. പക്ഷെ അവിടെയാണ് എമിറേറ്റ്സ് വലിയ മാതൃക കാണിക്കുന്നത്. കാരണം ആർക്കും ജീവഹാനി സംഭവിച്ചില്ല, വലിയ ഗുരുതരമായ പരിക്കുകൾ ഏറ്റില്ല. എങ്കിലും ഓരോ യാത്രക്കാരനും 7000 അമേരിക്കൻ ഡോളറാണ് നഷ്ടപരിഹാരമായിട്ട് നൽകിയത്. ഈ 7000-ൽ 5000 അമേരിക്കൻ ഡോളർ അവരുടെ യാത്രക്കാരന് സംഭവിച്ച ബുദ്ധിമുട്ടുകൾ, സമയനഷ്ടം, അതോടൊപ്പം തന്നെ ഉണ്ടായ പരിക്കുകളും ചികിത്സയും. ഈ ചികിത്സയൊക്കെ പൂർണ്ണമായും സൗജന്യവുമായിരുന്നു. മറ്റൊരു കാര്യം, 2000 അമേരിക്കൻ ഡോളർ ലഗേജിന് ഒരുപക്ഷെ അയാട്ട നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന നഷ്ടപരിഹാര തുകയേക്കാൾ വലിയൊരു തുക തന്നെയാണ് എമിറേറ്റ്സ് എയർലൈൻസ് ഈ യാത്രക്കാർക്ക് വേണ്ടി നൽകിയത്. അത്തരത്തിൽ നോക്കുമ്പോൾ മാതൃകാപരമായ നടപടി തന്നെയാണ് ദുബായിയുടെയും അതോടൊപ്പം തന്നെ എമിറേറ്റ്സ് എയർലൈനിന്റെയും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ലിഫി, ശ്രോതാക്കൾ കേട്ടിരിക്കുന്ന പോലെ വലിയ അപകടമൊന്നും സംഭവിച്ചില്ല. എല്ലാവരും ഭാഗ്യം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട്, ദുബായിയുടെ ഏറ്റവും ക്രിയാത്മകമായ നടപടിക്രമങ്ങൾ കൊണ്ട് ആർക്കും ജീവഹാനി ഉണ്ടായില്ല. ഉണ്ടായതാകട്ടെ ഒരു സ്വദേശി രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ മാത്രമാണ്. അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോഴും ഈ രാജ്യം വലിയ സഹായ ഹസ്തം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മളെല്ലാവരും വിമാനയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്, ഇനിയും ചെയ്യേണ്ടവരാണ്. പേടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും എത്തിക്കാം. ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല. കാരണം ഒരു അപകടം ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളെക്കുറിച്ച് ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ സംഭവിച്ചു പോയ പിഴവിനെ തിരുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല അനാവശ്യമായിട്ട് വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുകയല്ല ചെയ്യേണ്ടതെന്ന് മാത്രം ഞാൻ പറയുകയാണ്. നന്ദി. ലിഫം ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ആശംസകൾ ദുബായിൽ നിന്നും അറിയിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഒത്തിരി നന്ദി ശ്രീ ഐപ്പ് പുള്ളിക്കാടൻ. ഇപ്പം ഐപ്പിന്റെ ബ്ലോഗിന്റെ കാര്യങ്ങളെല്ലാം ഐപ്പ് ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ബാഗ് നിങ്ങൾ എടുത്തായിരുന്നോ? ബാഗ് അല്ലേ, നിങ്ങൾ ബാഗ് എടുത്ത്, പക്ഷെ ആ ബാഗ് അവിടെ വാങ്ങിച്ചു വെക്കുകയാണോ ചെയ്യുന്നത്? അപ്പൊ അതിനകത്ത് വിലപിടിപ്പായിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്നോ? സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ആണ് ഏറ്റവും വിലപിടിപ്പ്, ബാക്കിയുള്ളതൊന്നും പ്രശ്നമല്ല. അതാണ് ഞാൻ ചോദിച്ചത്. സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, കുഞ്ഞിന്റെ കുറച്ച് വിലപ്പെട്ട കുറച്ച് അവളുടെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് സർട്ടിഫിക്കറ്റ്സും ലാപ്ടോപ്പും അതുമായിരുന്നു. സർട്ടിഫിക്കറ്റ്സ് ഇപ്പൊ ഇവിടുത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെ കിട്ടും. പക്ഷെ നാട്ടിലാണ് സർട്ടിഫിക്കറ്റ്സ് പോയത്. നാട്ടിലാണ് സർട്ടിഫിക്കറ്റ്സ് പോയത്. അപ്പൊ അത് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് അവര് റിക്കവർ ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നായിരുന്നു. അയച്ചു തന്നായിരുന്നു. ശരി, അത് ക്ലിയർ ആയിട്ട് അത്
മൂലയും അറ്റമൊക്കെ കരിഞ്ഞും കുറച്ച് കത്തിയിട്ടുണ്ട്, കുറച്ച് പോയി. എന്നാലും ഡോക്യുമെന്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അതെ അതെ അതെ. അത് ശരി. അപ്പോ അന്നാ ഈ ഡോക്യുമെന്റ്സ് എടുക്കും ബാഗ് എടുക്കുന്നതിനെ കുറിച്ചും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പൊ നമുക്ക് പൊതുവായിട്ട് നമുക്കിപ്പോ ഒരു ഇൻസിഡന്റ് വരുമ്പോ നമ്മുടെ ജീവനൊപ്പം തന്നെ നമ്മുടെ ബിലോങ്ങിങ്സിന് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഈ ബിലോങ്ങിങ്സ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ്സ് ആണ് മെയിൻ ആയിട്ട്. പാസ്പോർട്ട് ഉണ്ടാവും. അതെ അതെ, പാസ്പോർട്ട് നമുക്ക് വീണ്ടും ഉണ്ടാക്കി എടുക്കണതിന് പ്രശ്നമില്ല, പക്ഷെ സർട്ടിഫിക്കറ്റ്സിനാണ് കൂടുതൽ. പക്ഷെ ഇതിൽ പലരും മിഡിൽ ഈസ്റ്റിൽ തന്നെ വീണ്ടും ഫ്ലൈ ചെയ്യണവരാണ്. അത് ശരി. അപ്പൊ അവർക്ക് പാസ്പോർട്ടും ഇതെല്ലാം കുറച്ചുകൂടി നമ്മളെക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ചിലപ്പം അവർക്കായിരിക്കും. കാരണം അവരുടെ വർക്ക് വിസയും അങ്ങനെ. കാരണം പലരും അവിടെ ഞങ്ങൾ ആ ഇൻസിഡന്റ് കഴിഞ്ഞ ശേഷം സംസാരിക്കുന്നത് നമ്മൾ കേട്ടായിരുന്നു. കാരണം പലർക്കും അന്ന് സൗദിയിൽ ഫ്ലൈ ചെയ്യണവരുണ്ടായിരുന്നു. അപ്പം സൗദിയിലത്തേക്കുള്ള വർക്ക് വിസയുടെ പ്രോബ്ലംസ് അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കത് വീണ്ടും കിട്ടുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. അപ്പൊ അവർക്കത് അവരുടെ ജീവന് തുല്യമാണ് അത്, അവരുടെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ബാഗ് എടുക്കുമ്പോൾ എല്ലാവരുടെയും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് പെട്ടെന്ന് ബാഗ് എടുക്കുക, നമ്മൾ ഇറങ്ങുക. നമ്മൾ എന്താണോ കൊണ്ട് വണ്ടിയിലേക്ക് കയറിയത് അതെടുത്തോണ്ട് ഇറങ്ങാന്നുള്ളതാണല്ലോ നമ്മുടേത്. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് സമയമുള്ള ഒരു വിഷ്വൽസ് ആയിരിക്കും. അത് ഫ്ലൈറ്റിനകത്തുനിന്ന് തന്നെ അമേരിക്കയിലുള്ള ഒരു കുട്ടി മൊബൈലിലെടുത്ത കുറച്ച് വീഡിയോസ് അത് മൊത്തം എല്ലായിടത്തും സ്പ്രെഡ് ആവുകയും ലോകം മൊത്തം എല്ലാ ചാനലുകളും എന്ത് സ്റ്റുപ്പിഡിറ്റിയാണ് ഇന്ത്യൻസ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നമുക്കെതിരെ വളരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയായിരുന്നു. പക്ഷെ ആ ഇത്രയും വലിയൊരു ഇൻസിഡന്റ് ആണ് എന്ന് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഈ സർട്ടിഫിക്കറ്റ്സ് കയ്യിൽ കിട്ടുന്നത് എടുത്ത് ഇറങ്ങുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ? ഇന്ത്യൻസിനെ എന്ന് മാത്രം പറയുന്നതിനോട് ഞങ്ങൾക്ക് ഇച്ചിരി മീൻസ് അതൊരു എനിക്ക് തോന്നുന്ന ഒരു നാച്ചുറൽ ഹ്യൂമൻ ടെൻഡൻസി ആണ്. നമുക്ക് പെട്ടെന്നൊരു അപകടം ഉണ്ടാവുമ്പോൾ എന്താണ് നമ്മൾക്ക് ഏറ്റവും വിലപ്പെട്ടതെന്ന് തോന്നുന്നു നമ്മൾ ഗ്രാബ് ചെയ്തെടുത്ത് രക്ഷപ്പെടാൻ നോക്കും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്. അതെല്ലാ ഒരു മനുഷ്യർക്കും ഉണ്ടാവുന്ന ഒരു നാച്ചുറൽ ഫസ്റ്റ് റിയാക്ഷൻ ആണ്. ഷൂട്ട് ചെയ്ത് എല്ലാവർക്കും ഇപ്പം അവിടെ നടന്നത് എന്താണെന്ന് മറ്റുള്ളവരെ കാണിക്കണമെന്നുണ്ടാവും ആഗ്രഹം. അറ്റ് ദ സെയിം ടൈം അച്ഛനും അമ്മയും ലാപ്ടോപ്പ് എടുക്കാനും ബാഗ് എടുക്കാനും എല്ലാം കിടന്ന് ഓടുമ്പോ കയ്യിലുള്ള മൊബൈൽ വെച്ച് മറ്റുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനാണ് അപ്പം മനസ്സ് വരുന്നത്. അപ്പം അതിപ്പോ ഒരു പൊതുവിലുള്ള ഒരു പ്രവണതയാണ്. നമ്മളിപ്പോ ഏതൊരു സിറ്റുവേഷനിൽ എന്ത് നടന്നാലും മരിക്കാൻ കിടന്നാലും നമ്മൾ ആ മൊബൈൽ എടുത്ത് അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിലും പലരും അവിടെ നിന്നിട്ട് ചിലർക്ക് അതൊരു വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല, ആദ്യം ഇറങ്ങി കാണും, അത് ഷൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ആ ഇറങ്ങിയിട്ട് പലരും പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പ്രായ അമ്മമാരുണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നില്ല, അവർക്ക് ചെയ്യാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. പലരും അതിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു വീഡിയോ ആണ് ഫേമസ് ആയത് മൊത്തം. അത് ഇങ്ങനെ ഒരു സംഭവം അത് ഈ ലാപ്ടോപ്പ് എടുക്കാൻ ആ ഒരു സെന്റൻസ് ആണ്. പക്ഷെ അതിനകത്ത് വേറെ പറയുന്നുണ്ട് മോളെ നോക്ക് അല്ലെങ്കിൽ വേറെ സംസാരങ്ങൾ കുറെ ഉണ്ട്. പക്ഷെ അത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പാണ് ഷിക്കാഗോയില് അമേരിക്കൻ എയർലൈൻസിന് തീ പിടിച്ചിട്ട് അതിൽ നിന്ന് ആൾക്കാരെല്ലാരും ഇറങ്ങി ഓടുന്നത് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് ഓടുന്നത് ഈ ബാഗ് പിടിച്ചിട്ടാണ്. അപ്പോ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം പലരും ചോദിക്കുകയും ചെയ്തു ഇത് കണ്ടില്ലേ? ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് അത് പുറത്തു വിട്ടത്, എന്റെ വീഡിയോ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അതിനകത്തും താഴെ എഴുതി കമന്റുകൾ വന്നിരിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 3 മാസം മുമ്പ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്കെതിരെ കുറെ കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ ഇവര് അത് സ്വാഭാവികമാണെന്നാണ് തോന്നുന്നത്. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് ആയിരിക്കും നമ്മൾ എപ്പോഴും ഹാൻഡ് ക്യാരിയിൽ വെക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അതെടുക്കാന്നുള്ളത് എല്ലാരും നമ്മുടെ ജീവനൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ വാല്യുബിൾ തിങ്സും എന്നാണ്. കാരണം അപ്പോഴാ ഒരു ഫ്ലൈറ്റിന്റെ ആ ഒരു സിറ്റുവേഷനിൽ അത്രയും സീരിയസ്നെസ് നമുക്ക് പെട്ടെന്ന് വരുന്നില്ല. ഫ്ലൈറ്റ് എന്താണെങ്കിൽ ലാൻഡ് ചെയ്തു, നമ്മൾ ഇറങ്ങാൻ കഴിയും. ചെറിയൊരു ഇഷ്യൂ ആണ് എന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റ് ആ ചെറിയൊരു പാനിക്കാണ് അവിടെ കണ്ടിരുന്നത്. പിന്നെ മറ്റൊരു ഇതുള്ളത്, നമ്മളിപ്പോ സാധാരണ ഒരു ഫ്ലൈറ്റ് ആണെങ്കിലും പൊതുവെ ലാൻഡ് ചെയ്യുമ്പോൾ എല്ലാരും പെട്ടെന്ന് ചാടി എഴുന്നേക്കുക, ബാഗ് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കോമൺ. തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങളോട് കൂടെ അന്ന് യാത്ര ചെയ്തിരുന്ന ഒരു വ്യക്തി നമ്മുടെ ഇപ്പം ഫോണിലൂടെ വന്നിട്ടുണ്ട്, ക്രിസ്റ്റി. ജർമ്മനിയിലുള്ള ക്രിസ്റ്റി. എന്തായിരുന്നു ക്രിസ്റ്റിയുടെ അനുഭവം? അല്ലെങ്കിൽ ആ ഫ്ലൈറ്റ് കത്തുന്ന സമയത്ത് ക്രിസ്റ്റി ഇരുന്നിരുന്നത്
ഫ്ലൈറ്റിൻ്റെ വിങ്ങിൻ്റെ സൈഡിലായിരുന്നു വിങ്സിൻ്റെ സൈഡിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ താങ്കളുടെ ആ സമയത്തുള്ള ഒരു അവസ്ഥ എന്തായിരുന്നു? ഹലോ, എൻ്റെ പേര് ക്രിസ്റ്റി എന്നാണ്. ഞാൻ താമസിക്കുന്ന ജർമ്മനിയിലാണ്. ഞാനും അന്ന്, അതായത് ഓഗസ്റ്റ് 3 അപകടത്തിൽപ്പെട്ട എമിറേറ്റ്സിൻ്റെ EK521 എന്ന ഫ്ലൈറ്റിലെ ഒരു യാത്രക്കാരനായിരുന്നു. സാധാരണ കൊച്ചിയിൽ നിന്നാണ് വരികയും പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്രാവശ്യം നാട്ടിലേക്ക് വരുന്ന സമയത്ത് കൊച്ചിയിലേക്ക് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടായിരുന്നു തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. എൻ്റെ റിട്ടേൺ ജൂലൈ 23 ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് നാളത്തേക്ക് ഒരു 10 ദിവസത്തേക്ക് കൂടെ ടിക്കറ്റ് എക്സ്റ്റെൻഡ് ഞാൻ ചെയ്തു. അങ്ങനെയാണ് ഓഗസ്റ്റ് 3 ഞാനും ഈ ഫ്ലൈറ്റിലൊരു യാത്രക്കാരനായി മാറിയത്. പിന്നെ ലാൻഡിങ്ങിന് മുൻപുള്ള ഒരു ഇതെന്ന് പറയുന്നത്, ഫ്ലൈറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള യന്ത്ര തകരാറോ അല്ലെ ഏതെങ്കിലും സാങ്കേതിക തകരാറോ ഉള്ളതായിട്ടുള്ളൊരു ഇൻഫർമേഷനും കേൾക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കിട്ടിയതുമില്ല ഞങ്ങൾക്ക്. ഞാൻ ലാൻഡിങ്ങിന് മുമ്പ് ഞാൻ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കേട്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ക്യാബിൻ ക്രൂ പ്ലീസ് പ്രിപ്പയർ ഫോർ ലാൻഡിങ് എന്നുള്ളൊരു ഇൻഫർമേഷൻ മാത്രമേ കേട്ടുള്ളൂ. പിന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫ്ലൈറ്റ് ആ വരുന്ന വേഗതയിൽ തന്നെ ഒരു കൺട്രോൾ പോലും ഇല്ലാതെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് കാര്യം നമ്മളൊരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല. ലാൻഡിങ് എപ്പോഴും ഒരു സ്മൂത്ത് ആയിട്ടുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറയുന്നത് ശരിക്കും എത്രത്തോളം ശക്തിയുണ്ടോ ആ വരുന്ന വേഗതയിൽ തന്നെ വന്ന് ഫ്ലൈറ്റിൻ്റെ സെൻട്രൽ ഭാഗം വന്ന് ഇടിക്കുകയാണ് ചെയ്തത് റൺവേയിൽ. ഇടിക്കുകയും ഫ്ലൈറ്റിൻ്റെ മുകളിലെ ക്യാബിൻ 1-2 ക്യാബിൻ ഓപ്പൺ ആകുകയും ഓക്സിജൻ മാസ്ക് ഒക്കെ ഹാങ് ആയിട്ട് പുറത്തേക്ക് വരികയൊക്കെ ചെയ്തു. അപ്പോൾ തന്നെ ഒരുപാട് പേര് കരയാനും ബഹളം വെക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള ബോധം വരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ഫ്ലൈറ്റ് താഴ്ത്തു വന്ന് ഇടിച്ചു. ആദ്യത്തെ അത്രയും ശക്തി ഇല്ലെങ്കിൽ കൂടിയും വീണ്ടും ഫ്ലൈറ്റ് വന്ന് ഇടിക്കുകയാണ് ചെയ്തത്. ഇടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈറ്റ് നല്ല സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോകുന്നത് റൺവേ കൂടെയാണോ അതോ എയറിലൂടെയാണോ ഒന്നും അറിയില്ല. കാര്യം നമുക്കൊന്നും എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. ഞാൻ അപ്പോൾ ഇരിക്കുന്ന ഏകദേശം മധ്യഭാഗത്തായിട്ട് വിങ്സിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റിയത് ശരിക്കും നല്ല കട്ടിയുള്ള വൈറ്റും ബ്ലാക്ക് ആയിട്ടുള്ള കലർന്ന പുകയാണ് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ തീയുണ്ട് ഓൾറെഡി ചെറുതായിട്ട്. അപ്പം അതിങ്ങനെ വേഗതയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് ഇതിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് വേറെ ഏതെങ്കിലും റൺവേയിലുള്ള ഏതെങ്കിലും വസ്തുവായിട്ട് കൂട്ടിമുട്ടുകയോ ഇടിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ എന്തൊക്കെയോ ചെയ്യും എന്നുള്ളൊരു ബോധ്യം ഒരു തോന്നലാണ് വന്നത്. അപ്പം അതായത് എന്താ പറയുക, നമ്മൾ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാര്യം ഫ്ലൈറ്റിനകത്തെ അവസ്ഥയാണെങ്കിൽ എല്ലാവരും കരച്ചിലും പ്രാർത്ഥനയും കൂട്ടക്കരച്ചിലാണ് അതിനകത്ത്. അപ്പോൾ ഇതെല്ലാവരും എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അത് കറക്റ്റ് പറയാനാണെങ്കിൽ നമ്മൾ മരണം തൊട്ട് മുന്നിൽ നിൽക്കുന്ന അവസ്ഥ, മരണം ഇപ്പോൾ സംഭവിക്കുന്നൊരു തോന്നലാണ് എനിക്ക് ഉണ്ടായത്. കാര്യം അങ്ങനെയാണ് തോന്നിയത്. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു അതിനകത്ത്. പിന്നെ ആ വേഗതയിൽ ഇങ്ങനെ ഫ്ലൈറ്റ് കുറച്ച് മിനിറ്റുകളോളം ഇങ്ങനെ പോയതിനു ശേഷം പെട്ടെന്ന് സ്റ്റോപ്പായി കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവർ ഇവാക്യുവേറ്റ് ചെയ്യാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എമർജൻസി എക്സിറ്റിലൂടെ പുറത്ത് കിടക്കുക, നിങ്ങളുടെ ബാഗേജ് മറ്റൊന്നും എടുക്കാൻ ശ്രമിക്കരുത്, എല്ലാവരും പുറത്ത് കിടക്കുക. അപ്പോൾ ഈ ഇൻഫർമേഷൻ കിട്ടിയ ക്യാബിൻ ക്രൂ ഡോർസ് എല്ലാം തുറന്നു. അവർ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവരും പുറത്തേക്ക് കിടക്കുക. അപ്പോൾ ഞങ്ങൾ ഒരു 10-15 പേര് ആ മിഡിൽ ഭാഗത്തിരുന്നവരോട് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തായ ബിസിനസ് ക്ലാസ്സിൻ്റെ ഇതിൻ്റെ എക്കണോമിക്സ് ക്ലാസ് തുടങ്ങുന്ന ഭാഗത്തായിട്ട് ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ അതുവഴി ഇറങ്ങാൻ അവർ സമ്മതിക്കുന്നില്ല. കാര്യം ഒരു ക്യാബിൻ ക്രൂ ഇങ്ങനെ വട്ടം നിന്നിട്ട് പറഞ്ഞു ഇവിടെ ഓൾറെഡി തീയാണ്, നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറഞ്ഞത്. അങ്ങനെ മുന്നോട്ട് കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ ബിസിനസ് ക്ലാസ്സിൻ്റെ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഓൾറെഡി ഫയർ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ പുറകോട്ടേക്ക് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ നമ്മുടെ ശരീരമൊക്കെ മൊത്തം മരവിച്ച് ചുണ്ടും തൊണ്ടയെല്ലാം ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാൻ നോക്കിയപ്പം ബിസിനസ് ക്ലാസ്സിൽ അവിടെ സീറ്റിലൊക്കെ ഒരുപാട് വാട്ടർ ബോട്ടിൽസ് ഇങ്ങനെ കിടപ്പുണ്ട്. അതിലൊരു വാട്ടർ ബോട്ടിൽ ഞാൻ എടുത്ത് അത് തുറന്ന് എൻ്റെ മുഖത്തും ഒഴിച്ച് കുറച്ച് എടുത്ത് വായിലൊക്കെ എടുത്ത് നമ്മൾ ഇത് ചെയ്തിട്ട് ഞാൻ ആ വെള്ളം മുഴുവൻ അവിടെ അതിനകത്ത് തന്നെ തുപ്പി കളയണ കയറി. അപ്പോൾ വേണം നമുക്കൊന്ന് ആരോടെങ്കിലും ഒന്നും സംസാരിക്കാൻ പോലും നമുക്കൊരു എനർജി പോലെ ഫീൽ ചെയ്തത് ഇതിങ്ങനെ ചെയ്തതിന് ശേഷമാണ്.
പിന്നെ തിരിച്ച് മുന്നോട്ട് നടക്കുന്ന അവസ്ഥ നടക്കാൻ വേണ്ടി ഇങ്ങോട്ട് ബിസിനസ് ക്ലാസ് കഴിഞ്ഞ് ഇതിനോട്ട് കയറിയപ്പോൾ കണ്ടതെന്ന് പറയുന്നത് ഫ്ലൈറ്റിനകത്ത് കംപ്ലീറ്റ് ആരെയും കാണാൻ പറ്റാത്ത അത്രയ്ക്ക് ബ്ലാക്ക് ആയിട്ടുള്ള നല്ല കറുത്ത കട്ടിയുള്ള പുകയാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ക്യാബിൻ ക്രൂ നിന്നിട്ട് അവർ ഓക്സിജൻ മാസ്ക് എടുത്ത് ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനടുത്ത് തന്നെ വേറൊരു ഓക്സിജൻ മാസ്ക് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് എൻ്റെ മുഖത്തേക്ക് വെച്ചു. കുറച്ച് സെക്കൻഡുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, പ്ലീസ് റൺ എന്നാണ് എന്നോട് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ അവരിങ്ങനെ ബാക്കിലോട്ട് ഓടാൻ പറഞ്ഞു. അപ്പോൾ ഒന്നും കാണാൻ പാടില്ല. കാര്യം കണ്ണ് തുറന്നിട്ടാണെങ്കിൽ ഈ പുകയടിച്ചിട്ട് ഒരു എന്താ പറയുക ബേൺ ചെയ്യുന്ന ഒരു ഫീലിങ്സ് ആയിരുന്നു. ഉള്ളിലോട്ട് പോയിട്ട് ഭയങ്കര കയ്പ്പ് നിറഞ്ഞ ഒരു അവസ്ഥയാണ്. ഭയങ്കര പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലും കത്തിക്കരിയുന്ന സ്മെല്ലെല്ലാം ഒന്നും ശരിക്കും ക്ലിയർ ആകുന്നില്ല. പിന്നെ എങ്ങനെയോ നമ്മളിങ്ങനെ ബാക്കിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ സൂര്യപ്രകാശം ഇങ്ങനെ ശരിക്കും അടിച്ചു കയറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് അവിടെ ഒരു എക്സിറ്റ് കാണണം എന്നുള്ളൊരു ഒരു തോന്നൽ. പിന്നെ നമ്മൾ നമ്മുടെ ദൈവത്തെയും എല്ലാം വിളിച്ചുകൊണ്ട് സകലം നമ്മൾ എന്താ പറയുക നമ്മുടെ വിശ്വാസം ദൈവത്തെ വിളിച്ചുകൊണ്ട് ദൈവം രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശരിക്കും കണ്ണ് ആദ്യം തുറന്ന് അടച്ചു പിടിച്ചൊരവസ്ഥയിൽ ഞാൻ കണ്ട ഡോർ എവിടെയാണെന്ന് ആ സൂര്യപ്രകാശം അകത്തേക്ക് വന്ന ആ ഭാഗത്തേക്ക് ഞാൻ ഓടിയാണ് ചെയ്തത്. ഓടി ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ആരൊക്കെ നിൽപ്പുണ്ടായിരുന്നു, ക്യാബിൻ ക്രൂസ് ആണെന്ന് തോന്നുന്നു. അവരെൻ്റെ ഹൈക്ക് പിടിച്ചിട്ട് എന്നെ താഴത്തോട്ട് വലിച്ച ഇതിലൂടെ പുറത്തേക്ക് തള്ളിയിടുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണാൻ പറ്റിയത് ഇതിക്ക് മുമ്പ് നേരത്തെ ഇറങ്ങാൻ പറ്റിയ ഒരുപാട് യാത്രക്കാർ ഇങ്ങനെ കുറച്ച് അകലെ മാറി നിന്നിട്ട് ഫ്ലൈറ്റിന് മറ്റുള്ളവർ ഇറങ്ങി വരുന്നതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ചിലർ അവരുടെ ക്യാമറ എടുത്ത് വീഡിയോ പിടിക്കുന്നു, മൊബൈൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി വന്ന് ശരിക്കും എനിക്ക് ഭയങ്കര തലകറങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. കുറച്ച് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് അപ്പോൾ എനിക്ക് ഞാൻ ഇറങ്ങിയതിന് ശേഷം കൂടെ തന്നെ കുറേ ക്യാബിൻ ക്രൂസ് അവരും മറ്റും കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇറങ്ങി കുറച്ച് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പം ഫ്ലൈറ്റ് ശരിക്കും എന്താ പറയുക റിമെയിൻ ആയിട്ടുള്ള ഭാഗം പൊട്ടി തെറിക്കുകയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ ശരിക്കും ഒരുപാട് ഛർദ്ദിച്ചതിന് ശേഷം അവരുടെ മെഡിക്കൽ കെയർ ടീം ഉണ്ടായിരുന്നു. ആംബുലൻസും 3-4 ആംബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആംബുലൻസ് എന്നെ അവർ കൊണ്ടുപോയി പരിശോധിക്കുകയും എല്ലാമൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കാര്യം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. നമ്മൾ മരണം മുന്നിൽ കണ്ട് ഒരവസ്ഥയായിരുന്നു. മരണം നമ്മളിലേക്ക് അടുത്ത് വന്നിട്ട് തിരികെ തോറ്റുപോവുക പിൻവാങ്ങി പോകുക എന്ന് പറയുന്നത് അതേപോലെ ഒരു അവസ്ഥയായിരുന്നു. ഓക്കെ, നന്ദി ക്രിസ്റ്റി ജർമ്മനിയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ക്രിസ്റ്റി പറഞ്ഞൊരു കാര്യം, ക്രിസ്റ്റിയും നാട്ടിൽ നിന്ന് തിരിച്ചു പോരുന്ന ആ സമയം എക്സ്റ്റെൻഡ് ചെയ്തതാണ്, ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കറക്റ്റ് ആ ദിവസത്തേക്ക് വന്നതാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് തോന്നുന്നത് അല്ലേ? അതെ ഞങ്ങൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു. 28th ആയിരുന്നു ഞങ്ങൾ തിരിച്ച് ഫ്ലൈ ചെയ്യേണ്ടിയിരുന്നത്. ജൂലൈ 20th ആയിരുന്നു. ഓഗസ്റ്റ് 3rd മാറ്റിയതായിരുന്നു. പിന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അനിതയും അങ്ങനെയാണെന്നാണ് വിശ്വാസം കേട്ടത് അല്ലേ? കാരണം അനിതയും ഒറ്റയ്ക്കായിരുന്നു ഫ്ലൈ ചെയ്തത്, ഫാമിലി നാട്ടിലായിരുന്നു. അതെ. ഇതിൽ നിന്ന് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന വ്യക്തികൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ശ്രദ്ധിക്കണം? ഇങ്ങനൊരു ഇൻസിഡൻറ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഫ്ലൈറ്റാണ്, എത്ര പുതിയ ഫ്ലൈറ്റ് ആണെന്ന് പറഞ്ഞാൽ കൂടെ, ഇപ്പോൾ നേരത്തെ ഐപ്പ് പറഞ്ഞു, ഇപ്പോൾ ലണ്ടനിൽ നിന്ന് പോയ ഡബിൾ ഡക്കർ ഫ്ലൈറ്റ് എൻ്റെ ലാൻഡിങ് ഗിയറിൻ്റെ പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞു. പക്ഷേ പ്രശ്നമൊന്നുമില്ലാതെ ലാൻഡ് ചെയ്തെന്നാണ് ഐപ്പ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും പുതിയ ഫ്ലൈറ്റ് ആണെന്ന് ഓർക്കണം. അപ്പോൾ ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ നിങ്ങളെ ഒരു ഇൻസിഡൻറ്റ് ഇതുപോലെ ഒരു ജീവൻ തിരിച്ചു കിട്ടിയ വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? അപകടങ്ങൾ എപ്പോൾ വേണോ വരാം. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലല്ല അത്. നമ്മൾ വായിക്കുന്ന വാർത്തകൾക്കുപരി നമ്മളും നാളെ ഒരു വാർത്തയായി മാറുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതും ഇങ്ങനെ ഒരു വേയില് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെക്യൂരിറ്റി മെഷേഴ്സ് അവർ പറയുമ്പോൾ ശ്രദ്ധിക്കാന്നുള്ളതാണ്. കാരണം ഞങ്ങളും അത് ശ്രദ്ധിച്ചിരുന്നില്ല, ആരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ നമുക്ക് അതൊരു നമുക്ക് ഒട്ടും പരിചയമല്ലാത്തൊരു സ്ഥലമാണ് ഫ്ലൈറ്റിനുള്ളിൽ എന്ന് പറയുന്നത്. നമുക്ക് ആകെ അറിയുന്നത് നമ്മുടെ സീറ്റ് മാത്രമാണ്. നമുക്ക് എമർജൻസി എക്സിറ്റ് അറിയില്ല. വന്നു കഴിഞ്ഞാൽ പറയുന്നുണ്ട്
ഈ അവര് എല്ലാ ആക്ഷൻസും കാണിക്കുന്നുണ്ട്. ഏതാണ് എല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കാം, നമ്മള് സീറ്റിൽ വന്നിരുന്നു കഴിഞ്ഞാല് നമ്മുടെ യൂഷ്വൽ ആക്ടിവിറ്റി ഏതാണ്, മൂവി അടുത്തത് ഏത് കാണുന്നത്, വേറെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നാണ്. സീറ്റ് ബെൽറ്റ് പോലും അവസാന നിമിഷം ഇടുന്ന വ്യക്തികളുണ്ട്. പറയുമ്പോഴാണ് നമ്മള് ഇടുന്നത്. സീറ്റ് ബെൽറ്റ് തന്നെ കുഞ്ഞിനും സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോവാതിരുന്നത്. അല്ലെങ്കിൽ ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ടൈമിൽ ആ ഒരു ജെർക്കിങ്ങിൽ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയനെ. അപ്പം സെക്യൂരിറ്റി മെഷേഴ്സ് നോക്കുക, കാരണം നമുക്ക് ഓക്സിജൻ മാസ്ക് എങ്ങനെ അത് യൂസ് ചെയ്യണം, എങ്ങനെ ഏത് ടൈമിൽ യൂസ് ചെയ്യണം, അങ്ങനെ അത് നമുക്ക് അറിയില്ല. കഴിയുന്നതും ഫ്ലൈറ്റ് യാത്രകളിൽ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ വേറൊന്ന് നമ്മളെ പ്രോപ്പറായിട്ട് ഫുഡ് വെയർസ് യൂസ് ചെയ്യാന്നുള്ളത്. കാരണം തിക്കിലും തിരക്കിലും പെടുമ്പോൾ നമ്മൾ കാഷ്വൽസ് ആണെങ്കിൽ നമ്മുടെ കാലിൽ നിന്ന് ഊരിപ്പോവാൻ ചാൻസ് ഉണ്ട്, നമ്മൾ പാനിക് ആവും. അപ്പം കുറച്ചുകൂടി നമുക്ക് സേഫ് ആയിട്ട് നിൽക്കാൻ, നമ്മൾ ഇറങ്ങുന്ന അവസ്ഥ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇടയ്ക്ക് ആ ന്യൂസിലും പറഞ്ഞു കേട്ടു ചിലപ്പോ അത് കടലിലേക്ക് ഇറക്കാനും പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മള് കേറിയിരിക്കുന്നു, അവിടെ എത്തുന്നു. പിന്നെ ഇടയ്ക്കുള്ള ഇതിൽ നമ്മളാൽ കഴിയുന്ന ഒരു സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുക്കുക. പിന്നെ ഇത് ഈ സംഭവം പറഞ്ഞ സമയത്ത് നാട്ടിൽ ഇവര് തത്സമയം കാണുവാണ്. എങ്ങനെയായിരുന്നു അപ്പൊ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു? ഞങ്ങള് ശരിക്കും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അത്ര ഒരു സമയത്തിനുള്ളിൽ നാട്ടിൽ ആ ന്യൂസ് എത്തുമെന്ന് പ്രതീക്ഷിക്കില്ല. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് അതിലുണ്ടായിരുന്ന ഒരു ചേട്ടന്റെ ഒരു മൊബൈൽ തന്നിട്ട് ഞങ്ങൾ വിളിച്ച് പറയായിരുന്നു. എന്റെ മാമൻ അവിടെ ദുബായിലുണ്ട്, ഞാൻ മാമനെ വിളിച്ച് പറഞ്ഞു. മാമനായിരുന്നു വീട്ടിൽ കോണ്ടാക്ട് ചെയ്തത്. പക്ഷെ ആ ടൈമിനുള്ളിൽ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഹാഫ് ആൻ അവറിനുള്ളിൽ വീട്ടില് ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിൽ അറിഞ്ഞായിരുന്നു. എല്ലാരും ഭയങ്കര പാനിക്കായിരുന്നു. അപ്പം എത്രയൊക്കെ നമ്മൾ എല്ലാരും സേഫ് ആണെന്ന് പറഞ്ഞാലും അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് രൂപരേഖ പറഞ്ഞ കുറച്ച് സമയം കഴിയണം. കാരണം അവര് കാണുന്ന ഒരു ദൃശ്യം ഫ്ലൈറ്റ് കത്തുന്നതാണ്. അപ്പം പിന്നെ അവിടെ ഫ്രീ വൈഫൈ ഉണ്ടായിരുന്നു അല്ലെ എയർപോർട്ടിനകത്ത്. അങ്ങനെ കുറച്ചുപേരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. അവർ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എമിറേറ്റ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. നല്ല ടീം വർക്ക് ആയിരുന്നു അവരുടെ, നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാ കാര്യത്തിലും. ഇപ്പൊ ഹെൽത്ത് വൈസ് ആണെങ്കിലും ഹെൽത്ത് കെയറിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളെ സൈക്കോളജിക്കലി നമ്മളെ ഒന്ന് സ്റ്റേബിൾ ആക്കാനാണെങ്കിലും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു അവര്. തീർച്ചയായിട്ടും. എന്താണ് ഇനി നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ഈ ഇൻസിഡന്റ് കഴിഞ്ഞ സമയത്ത് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത കൂടെ പഠിച്ചവരുണ്ട്, ഒത്തിരി കാലമായിട്ട് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തവരും എല്ലാവരും ഞങ്ങളുടെ ഒത്തിരി പേര് ആ സമയത്ത് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും ഞങ്ങളെ ആശ്വസിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ദുബായിൽ. പ്രതീക്ഷിക്കാത്ത പലരും, പിന്നെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ട്, അവരോട് ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. അതോടൊപ്പം പിന്നെ വലിയൊരു ഇവിടെ ഡബ്ലിൻ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് റിസീവ് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ വന്നിരുന്നു. അത് ശരിക്കും ഒരു റിലീഫായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഡ്രസ്സ് പോലും ഞങ്ങൾക്ക് എമിറേറ്റ്സുകാർ തന്നത് ഇട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്തത്. നമ്മുടെ ആ ഒരു ഹാൻഡ് ബാഗ് മാത്രമല്ല, ജീവൻ കിട്ടിയത് ഓഫ് കോഴ്സ്. പക്ഷെ ആ ഒരു ഷോക്കിൽ നിന്ന് നമ്മൾ ഇതുവരെ റിക്കവർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളൊരു റിയാലിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾക്കൊരു ഒരു റിലീഫ് തന്നത് ശരിക്കും ആ എയർപോർട്ടിൽ അവരെല്ലാരും കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു റിലീഫായിരുന്നു, ഒരു സന്തോഷം. അതെ, തീർച്ചയായും. അത്രയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചെറിയ ചെറിയ പണക്കങ്ങളും ചെറിയ ചെറിയ വഴക്കുകളും അങ്ങനെ സംഭവിക്കാറും, ഈഗോസും അങ്ങനെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ. പക്ഷെ നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ആ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കാണണമെന്ന് തോന്നുന്ന ഫേസുകൾ നമ്മുടെ റിലേറ്റീവ്സ് അടുത്ത്, അതുപോലെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, ഇവരെല്ലാം നമുക്ക് പെട്ടെന്ന് കാണണം. അത് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നത് കുറച്ച് സമയം എടുത്തു നിങ്ങൾ അതിൽ നിന്നൊന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട്, അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നത്. കാരണം പ്രേക്ഷകരുടെ അറിവിലേക്കാണ് ഇവിടെ നേരത്തെ ഞാൻ സമീപിച്ചായിരുന്നു. പക്ഷേ ആ ഒരു ഷോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ചാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. നിങ്ങളത് കണ്ടതുകൊണ്ട്, അതുകൊണ്ടാണ് ഇത്ര സമയം അനുവദിച്ചത്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ദേഷ്യമൊന്നുമില്ല. ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. പിന്നെ ഇങ്ങനെ ഒരു ടോക്കിന് വിളിച്ചതിന് ഫ്രണ്ട്സിനോടും പ്രത്യേകം നന്ദി. തീർച്ചയായും നിങ്ങൾ വന്നതിന് പ്രത്യേകം നന്ദി. കാരണം നിങ്ങളുടെ ആ അനുഭവം ഇനിയെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും ശ്രദ്ധിക്കാനായിട്ട് ഇടവരുത്തിയാൽ വളരെ നല്ലത്. അപ്പം ഞങ്ങളെ ആ അവസ്ഥയിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കാനായി എത്തിയ
എത്തിയതും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ എപ്പോഴും ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു. നന്ദി. അപ്പോൾ ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ചതിനും ഇങ്ങോട്ട് വന്നതിനും വളരെയധികം നന്ദി സച്ചിൻ ദേവ്, ഡാനി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.